പ്രിയപ്പെട്ടവരെ, കുട്ടികൾ അടിക്കുന്നതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. പല രൂപത്തിലാണ് ആളുകൾ അതിനോട് പ്രതികരിച്ചത്. ചില ആളുകൾ അതിനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ഉസ്താദ് തീരെ അടിക്കണ്ട എന്നാണ് പറഞ്ഞത്. അങ്ങനെയൊന്നുമല്ല. അടിക്ക അടിക്കണം. നമ്മൾ സാധാരണ പറയാറുള്ളത്, രണ്ടാളുകളുടെ അടി കിട്ടിക്കഴിഞ്ഞാൽ, ചെറുപ്പത്തിൽ രണ്ടാളുകളുടെ അടി കിട്ടിക്കഴിഞ്ഞാൽ ഭാവിയിൽ രണ്ട് ടീമിന്റെ അടി കിട്ടൂല എന്നാണ്. ചെറുപ്പത്തിൽ ഉമ്മാന്റെയും ബാപ്പാന്റെയും അതുപോലെ തന്നെ അധ്യാപകരുടെയും അടി വാങ്ങിച്ചു കഴിഞ്ഞാൽ ഭാവിയിൽ പോലീസിന്റെ അടി കിട്ടൂല, നാട്ടുകാരുടെ അടി കിട്ടൂല എന്ന് പറയാറുണ്ട്. പക്ഷെ നമ്മൾ അടിക്കുന്നത് പലപ്പോഴും നല്ല ഉദ്ദേശം വെച്ചിട്ടാണെങ്കിൽ കുട്ടി നന്നായിരിക്കും, കുട്ടികളിൽ നല്ല മാറ്റം ഉണ്ടാവും. അതേസമയത്ത് പലരും അടിക്കുന്നത് നല്ല ഉദ്ദേശം വെച്ചിട്ടല്ല. ഐ മീൻസ് ആ പേര് പറഞ്ഞിട്ട് ആ സമയത്ത് നമുക്ക് വന്ന് ദേഷ്യം തീർക്കുന്നതിന്റെ പേരിൽ മാത്രം അടിക്കുന്നു. അല്ലെങ്കിൽ കുട്ടികൾ അടിക്കുന്നതിന്റെ പകരം നോർമൽ മൈൻഡിൽ അവരോർക്ക് കൊടുക്കേണ്ട സ്നേഹത്തിന്റെ പ്രകടനങ്ങളൊക്കെ കൊടുത്തിട്ട്, സ്നേഹത്തിന്റെ പ്രകടന മാർഗങ്ങളെല്ലാം കൊടുത്തതിന് ശേഷം നല്ല രൂപത്തിൽ പറഞ്ഞാൽ കുട്ടി നമ്മെ അനുസരിക്കും. അടിക്കേണ്ട ആവശ്യമല്ല. ബൈ ചാൻസിൽ നമുക്ക് ഇഷ്ടമല്ലാത്ത ഒരു സാഹചര്യത്തിൽ അവർ അടിക്കേണ്ടി വന്നാൽ തന്നെ അവിടെ മനസ്സിൽ റിപ്പീറ്റ് ചെയ്ത് ഒരു മൂന്നോ നാലോ തവണയെങ്കിലും മനസ്സിൽ ഉറപ്പിക്കുക, ഞാൻ ഈ അടിക്കുന്നത് എൻ്റെ കുട്ടി നന്നാകാൻ വേണ്ടിയാണ്, ഈ അരുതായ്മ ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് എന്ന് മനസ്സിൽ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മൾ അടിക്കൂല. എന്തുകൊണ്ട്? ആ സമയം ആവുമ്പോഴേക്കും നമ്മുടെ ദേഷ്യം അങ്ങ് കഴിഞ്ഞു പോയിട്ടുണ്ടാകും. ഇനി അതല്ല, ആ കുട്ടി നന്നാകണം എന്നുള്ള ആത്മാർത്ഥമായ നല്ല ചിന്ത കൊണ്ടാണോ കുട്ടിയെ അടിക്കുന്നതെങ്കിൽ ആ കുട്ടി നന്നായിരിക്കും, ഉറപ്പാണ്. തീർച്ചയായിട്ടും നന്നായിരിക്കും. തീരെ അടിക്കണ്ട എന്നല്ല പറഞ്ഞത്. അടിക്കാം, പക്ഷെ നല്ല ഉദ്ദേശം വെച്ചിട്ട് അടിക്കുക. പലപ്പോഴും അവൻ ചെയ്ത ആ ഒരു അരുതായ്മയെ ഉൾക്കൊള്ളാൻ പറ്റാത്തതിന്റെ പേരിൽ പെട്ടെന്ന് നമ്മൾ റിയാക്ട് ചെയ്ത് അടി അടിക്കുന്നത് വേണ്ട. അത് നമ്മുടെ ദേഷ്യം തീർക്കുന്നതിന്റെ ഭാഗമാണ് എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം.